കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി രണ്ടാംഘട്ട കുറ്റപത്രം നാളെ സമർപ്പിക്കും. CPM ജില്ലാ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കുറ്റപത്രം. വിശദാംശങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ആദ്യ കുറ്റപത്രത്തിന് നിരവധി ആളുകൾ പ്രതിപട്ടികയിലുണ്ട്. അടുത്ത ഘട്ടത്തെക്കുറിച്ച് കരുവന്നൂർ കേസിൽ രണ്ടാംഘട്ട കുറ്റപത്രമാണ് നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിക്കാൻ പോകുന്നത്. CPM ജില്ലാ നേതാക്കളടക്കം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത്. ആദ്യ കുറ്റപത്രത്തിൽ വിവിധ കമ്പനികളടക്കം 55ഓളം പേരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തത്. ഈ രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ പ്രധാനമായിട്ടും CPM നേതാക്കൾ പ്രതി ചേർക്കപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻമന്ത്രി AC മൊയ്തീൻ, CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കം കൂടുതൽ CPM നേതാക്കൾ കുറ്റപത്രത്തിലെ പ്രതിപ്പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇനി രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ 20 പ്രതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED അതിന്റെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിലൂടെയാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കരുവന്നൂരിലെ ലോൺ ക്രമക്കേടിലൂടെ തരപ്പെടുത്തിയവരും കേസിൽ പ്രതികളാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഈ പ്രതിപ്പട്ടിക, അതായത് ഇത് സംബന്ധിച്ച് ഈ CPM നേതാക്കൾ ഉൾപ്പെടുന്ന പ്രതിപ്പട്ടിക അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ കുറ്റപത്രം നൽകുന്നതോടുകൂടി ആരൊക്കെ ഈ കുറ്റപത്രത്തിൽ പ്രതികളാക്കപ്പെടും എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നാളത്തെ കുറ്റപത്രത്തിലെ ഡീറ്റെയിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്.